അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്റ്റൈൽ സാമ്പാറാണ്. ട്രഡീഷണലായിട്ട് നമ്മൾ സദ്യയിൽ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇനി ഓണമൊക്കെ അല്ലേ വരണത്, അപ്പോൾ ഓണത്തിന് നമ്മുടെ സദ്യ സാമ്പാർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ സദ്യ സ്റ്റൈൽ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് എടുത്ത് വച്ചേക്കണ പരിപ്പാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തുവരപ്പരിപ്പ്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പരിപ്പ് തിളച്ച് വെളിയിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പിൻ്റെ വേവിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. എൻ്റെ കയ്യിലുള്ളത് പെട്ടെന്ന് വേവണ പരിപ്പാണ്, അത് കാരണമാണ് 2 വിസിൽ. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പരിപ്പ് വേവണ സമയം കൊണ്ട് നമുക്ക് വറുത്തരയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ അതാ ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. തീ കുറച്ചാണ് വെച്ചേക്കണത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്. കാൽ ടീസ്പൂൺ ഉലുവ. ഈ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർക്കുന്നത് നമ്മുടെ സാമ്പാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ. ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവനെയുള്ള മല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക്. ഞാനിവിടെ ഒരു 6 വറ്റൽമുളക് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. ഇപ്പോൾ മുളകും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം കായം. ഇങ്ങനത്തെ കട്ടിക്കായം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതില്ലെങ്കിൽ മാത്രം കായപ്പൊടി ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കായം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതേപോലെ 2 ചെറിയ ഉള്ളി, ഒരു 3-4 കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്കിനി നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ കളറാകണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി. നമ്മളിതിൽ ചേർത്തേക്കുന്ന സാധനങ്ങളൊന്നും കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഗോൾഡൻ കളറാകുന്നവരെ വറുത്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചീനച്ചട്ടി തന്നെ വെച്ചിരിക്കരുത്. ചീനച്ചട്ടിയുടെ ചൂടുകൊണ്ട് അങ്ങ് കരിഞ്ഞു പോകും നമ്മുടെ തേങ്ങയൊക്കെ. കായം മാത്രം കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആകാനുണ്ട്. അത് മാത്രം ഇട്ട് ഞാനൊരു 2-3 മിനിറ്റ് കൂടി ഒന്ന് വറക്കുവാണേ. കായം നന്നായിട്ട് ഫ്രൈ ആയില്ലെങ്കിൽ നമ്മൾ പൊടിക്കുമ്പം നന്നായിട്ടങ്ങ് പൊടിഞ്ഞ് വരത്തില്ല. അപ്പോൾ അതാ നമ്മുടെ കായം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് സോഫ്റ്റായിട്ടിരുന്നാലും ചൂടാറുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ അതാ ഇതിൻ്റെ ചൂടാറട്ടെ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. സാമ്പാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കഷ്ണങ്ങൾ എടുത്തേക്കണത് ഒരു ചെറിയ മുരിങ്ങയ്ക്ക, അതേപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ വഴുതനങ്ങ, ഒരു 10-12 ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, 2 പച്ചമുളക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. മത്തങ്ങ ചേർക്കാം, അതേപോലെ തന്നെ വെള്ളരിക്ക ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിളാണോ ഇഷ്ടം അത് ചേർക്കുക. ചേർക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഇടണ്ട. ഒത്തിരി വെജിറ്റബിൾ ചേർത്താൽ നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഒരു സബ്ജിയുടെ ടേസ്റ്റായി പോകും. അത് കാരണം കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. നമുക്കിനി ഇതിലേക്ക് വെണ്ടയ്ക്കയും വേണം, അതേപോലെ തന്നെ തക്കാളിയും വേണം. അത് നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി. ഇനി ഇത് നമുക്ക് നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചില്ലേ കുക്കർ, ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഞാൻ കഴുകി വെച്ചേക്കണ വെജിറ്റബിൾസാണ്. ഇതാ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തുടയണം.
ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പുളി ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് മുമ്പ് ഇട്ട് വച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഈ പുളിവെള്ളം നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിവെള്ളവും ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം, നമ്മുടെ കഷ്ണങ്ങൾക്ക് വേണ്ട ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കറിൻ്റെ ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയുടെയും മുളകിൻ്റെയൊക്കെ ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കായം ഇപ്പം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാതെ നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് കറക്കി എടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതാ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ പരിപ്പും കഷ്ണങ്ങളും വേവിച്ചത് ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 വെണ്ടയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 2 മീഡിയം സൈസ് തക്കാളി, വലുതാണെങ്കിൽ 1 ചേർത്താൽ മതി. ഇതിലേക്ക് ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്തരച്ചത്, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കണം. ഒരു 1/4 ഭാഗത്തോളം വറ്റണം. അപ്പോഴാണ് നമ്മുടെ സാമ്പാർ നല്ല ടേസ്റ്റി ആകണത്. ഈ സമയത്ത് ഉപ്പും പുളിയൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവാണ്. ഇതാ നോക്കിയാൽ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 15 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഒരു 10-15 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി തിക്കായി പോയെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി. ഒരു 1/4 ഭാഗത്തോളം വെള്ളം വറ്റിയിട്ടുണ്ട്. നമ്മുടെ സദ്യ സാമ്പാർ കുറച്ചൊന്ന് തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഒരു 2-3 പ്രാവശ്യം ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ ടേസ്റ്റ് എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കണില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് വറുത്തിടണം. അത് ചെയ്യാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില. തീ ഓഫ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സാമ്പാർ ഇരിക്കും തോറുമാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ രാവിലെ തന്നെ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ സദ്യ സാമ്പാർ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു മുമ്പ് സദ്യ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പം നമ്മുടെ സാമ്പാർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.